എൻ്റെ പേര് തോമസ് ഫിലിപ്പ്. ഞാൻ ചെമ്പനോട സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനാണ്. നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ മേഴ്സി സിസ്റ്ററിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല സ്മരണകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ചെമ്പനോട ഹൈസ്കൂളിൽ 1980 ഒരു അധ്യാപകനായി വന്ന ഞാൻ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരിൽ എപ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നൊരു മുഖമാണ് ഷൈനി എന്ന നമ്മിൽ നിന്നിപ്പോൾ വേർപിരിഞ്ഞ സിസ്റ്റർ മേഴ്സി. 1984-87 കാലഘട്ടങ്ങളിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ചെമ്പനോട സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ ഒരു പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് നടന്ന് എല്ലാവരുടെയും മനസ്സിൽ ഒരിടം നേടിയ ഒരു നല്ല വിദ്യാർത്ഥിനിയായിരുന്നു ഷൈനി പ്ലാത്തോട്ടത്തിൽ. പശുക്കടവിൽ നിന്നും കിലോമീറ്ററുകൾ നടന്ന് ഇന്നത്തെ കുട്ടികൾക്ക് സങ്കല്പിക്കാൻ പോലും വയ്യാത്ത രീതിയിൽ സാഹസികമായി സ്കൂളിലെത്തിയിരുന്ന കുട്ടികളിൽ ഒരാളായിരുന്നു ഷൈനി. ക്ലാസ്സിൽ എല്ലാവരോടും വളരെ സ്നേഹപൂർവ്വം പെരുമാറുകയും എന്തു സഹായവും എല്ലാവർക്കും ചെയ്തു കൊടുക്കുവാൻ എപ്പോഴും തയ്യാറായിരുന്ന ഷൈനി. ആ ഷൈനിയുടെ മുഖം ആർക്കും മറക്കാൻ സാധിക്കില്ല. കലാപരമായിട്ടും മിടുക്കിയായിരുന്നു. സാഹിത്യ സമാജത്തിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ ഗാനങ്ങൾ ആലപിക്കുന്നതും നല്ല പ്രസംഗങ്ങൾ പറയുന്നതും ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ബയോളജി ക്ലാസ്സിൽ വളരെ രസകരമായ ചോദ്യങ്ങൾ ചോദിക്കുകയും വളരെ രസകരമായി ആ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചത് ഷൈനിയെപ്പോലെ ഉള്ള കുട്ടികളുടെ സാന്നിധ്യമായിരുന്നു. വളരെ നല്ല രീതിയിൽ അച്ചടക്കത്തോടുകൂടി അതുപോലെ പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടി ക്ലാസ്സിലിരിക്കുകയും മറ്റു കുട്ടികളോടും സഹപാഠികളോടും അധ്യാപകരോടും അന്നത്തെ ഹെഡ് മാസ്റ്റർ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട യശസ്വരീയനായ CD തോമസ് സാർ, അദ്ദേഹം പറയുമായിരുന്നു, ഷൈനിയെപ്പോലെയുള്ള കുട്ടികളെ നിങ്ങൾ മാതൃകയാക്കണമെന്ന്. ഏറ്റവും സ്നേഹവതിയായ ഷൈനിയുടെ വേർപാട് സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ പൂർവാധ്യാപകരായ ഞങ്ങൾക്കെല്ലാവർക്കും അതോടൊപ്പം തന്നെ ആ സ്കൂളിന് തന്നെയും വളരെ ദുഃഖകരമാണ്. തോട്ടത്തിന് നാഥൻ പൂക്കളിറുക്കുമ്പോൾ കൂട്ടത്തിൽ നല്ല തീർത്തിടുന്നു എന്ന് പറയാറുണ്ടല്ലോ. ഏതായാലും ദൈവം തൻ്റെ ആ ആരാമത്തിൽ നിന്നും ഏറ്റവും സുന്ദരമായ സുഗന്ധം പരത്തിയ ഒരു പനിനീർ പുഷ്പത്തെയാണ് ഇപ്പോൾ ഇറുത്തെടുത്തിരിക്കുന്നത്. ആ ഷൈനിയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഷൈനിയുടെ സ്മരണകൾ ഞങ്ങളുടെ ഏവരുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. ആ കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും സഹപാഠികളോടും എല്ലാവരോടും അനുശോചനം അറിയിക്കുകയും സിസ്റ്റർ മേഴ്സിയുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.